നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി ജി ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30 തൃപ്രയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5 ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൌണ്ടിൽ പൊതുസമ്മേളനവും ഉണ്ടാകും. പൊതുസമ്മേളനം കയ്പമംഗലം എംഎൽഎ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക എംഎൽഎ സി മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ എംഎൽഎ മുരളി പെരുന്നലി മുഖ്യാതിഥിയാകും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, കെപിസിസി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ്, കേരള വിഷൻ ന്യൂസ് എംഡി പ്രജീഷ് അച്ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ, കെസിസിഎൽ എംഡി പി സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ്, സെക്രട്ടറി പി ആന്റണി, ജില്ലാ ട്രഷറർ സി ജി ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. അടിസ്ഥാനപരമായി നമ്മൾ രണ്ടുപേരും കേബിൾ ടി വി ഓപ്പറേറ്റർമാരാണ് എന്ന് പറഞ്ഞാൽ LCO എന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്, ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ കഴിഞ്ഞ 30 വർഷത്തെ ഈ രണ്ട് കമ്പനികളുടെയും ഭാഗമായിട്ടുള്ള ഓപ്പറേറ്റർമാരെ വന്നിട്ടുള്ള മാറ്റം എന്താ? 1996 കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ട് നടത്തിയിട്ടുള്ള അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു കെട്ടുറപ്പോടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 2007 അനലോഗ് കേബിൾ ടി വിയിൽ നിന്നും ഡിജിറ്റൽ കേബിൾ ടി വിയുടെ അനിവാര്യത മനസ്സിലാക്കി ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന നമ്മുടെ KCCL എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം ആരംഭിച്ചപ്പോൾ അതിന് രാജ്യത്തെ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ എന്നുള്ള പദവി കിട്ടിയപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മെമ്പർമാരായിരുന്ന ലോക്കൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ രാജ്യത്തെ ആദ്യത്തെ ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററായി മാറ്റപ്പെട്ടു. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലക്കൽ പാടത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ചങ്ങരംകുളം റോഡിനോട് ചേർന്ന പാടത്താണ് ഏകദേശം 2 അടിയോളം നീളമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരാണ് കഞ്ചാവ് ചെടികൾ കണ്ടത്. എക്സൈസ് അധികൃതരെ വിവരം അറിയിച്ചു. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം എംഎൽഎ AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിൽ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന ലഗസി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുകയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിൽ ബയോ മൈനിംഗ് പദ്ധതി നിർണായകമാകുമെന്ന് MLA പറഞ്ഞു. ശുചിത്വ നഗര സങ്കല്പത്തിലേക്ക് കുന്നംകുളം നഗരസഭയെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന നടപടിയാണെന്നതും MLA കൂട്ടിച്ചേർത്തു. കുറുക്കൻപാറയിൽ സ്ഥിതി ചെയ്യുന്ന 1 ഏക്കർ 80 സെന്റ് വിസ്തീർണമുള്ള ഡം സൈറ്റിൽ 1946 മുതൽ 2016 വരെ നിക്ഷേപിക്കപ്പെട്ട ഏകദേശം 26,065 ടൺ ലെഗസി മാലിന്യങ്ങൾ ശാസ്ത്രീയമായ ബയോ മൈനിംഗ് രീതിയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. KSWMP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ അരുൺ വിൻസെന്റ് ബയോ മൈനിംഗ് പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, AS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ലെഗസി മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുവാനും ശുചിത്വവും പരിസ്ഥിതി സൗഹൃദമായ നഗരമെന്ന ലക്ഷ്യം കൈവരിക്കാനും സാധിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ടയിൽ പതിറ്റാണ്ടുകളായി പാരമ്പര്യത്തിന്റെ ശബ്ദമായിരുന്ന കൊളാടി തറവാട്ടിലെ കാരണവർ രാമൻ മേനോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഭഗവാന്റെ പള്ളിവേട്ട ചടങ്ങിൽ മനുഷ്യഗണമുണ്ട് എന്ന് മറുപടി നൽകുന്ന പ്രധാന അവകാശിയായിരുന്നു അദ്ദേഹം. ഉത്സവത്തിന്റെ 9ാം നാളിലാണ് ഭഗവാൻ നായാട്ടിനിറങ്ങുന്ന പള്ളിവേട്ട നടക്കുന്നത്. ഇത്തവണ മാർച്ച് 9-നാണ് പള്ളിവേട്ട. കിഴക്കേ നടയിലെ കല്യാണ മണ്ഡപത്തിനു സമീപം മാരാർ ശംഖുനാഥം മുഴക്കിക്കഴിഞ്ഞാൽ പുതിയടത്ത് തറവാട്ടിലെ പിഷാരടി ഉച്ചത്തിൽ മനുഷ്യഗണങ്ങളുണ്ടോ എന്ന് ചോദിക്കും. കൊളാടി തറവാട്ടിലെ കാരണവരുടെ ഉണ്ട് എന്ന ഉറച്ച മറുപടിയോടെയാണ് ചടങ്ങുകൾ മുന്നോട്ട് നീങ്ങുന്നത്. മൃഗയ വിനോദത്തിന് പുറപ്പെടുന്ന ഭഗവാന് തുണയായി മനുഷ്യഗണങ്ങൾ കൂടെയുണ്ടെന്ന ഈ സാക്ഷ്യപ്പെടുത്തൽ ഉത്സവത്തിലെ ഏറ്റവും ആകർഷകമായ ആചാരങ്ങളിലൊന്നാണ്. വർഷങ്ങളായി ഈ ചടങ്ങ് നിർവഹിച്ചിരുന്നത് രാമൻ മേനോനായിരുന്നു. വരാനിരിക്കുന്ന ഉത്സവനാളുകളിൽ ഈ മറുപടി നൽകാൻ കാത്തുനിൽക്കാതെയാണ് രാമൻ മേനോൻ ഭഗവത്പാദങ്ങളിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ഗുരുവായൂരിലെ പാരമ്പര്യ ചടങ്ങുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ഭക്തിയും ആചാരനിഷ്ഠയും മുറുകെ പിടിച്ച ഒരു തലമുറയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. കുന്നംകുളം ഐഡിയൽ ജനറേഷൻ ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സിഇഒ സലീം മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാഭവൻ ബാദുഷ, കലാഭവൻ ഷിഫീഖ് എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചരമം. ചിറളയം ഏറത്ത് ചന്ദ്രശേഖരൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. റിട്ടയേർഡ് അധ്യാപിക ചന്ദ്ര ഭാര്യയും ദീപക്, ദിബിൻ എന്നിവർ മക്കളുമാണ്. പെരിങ്ങോട് നയത്തിൽ മന ഉമാദേവി അന്തർജനം നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പെരിങ്ങോട് വസതിയിൽ നടത്തി. പരേതനായ ചന്ദ്രശേഖരൻ നമ്പൂതിരി ഭർത്താവാണ്. ലീല, ദേവി, സാവത്രി, ഗീത എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.